ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. അപ്പൊ ഇത് പുതിയൊരു വീഡിയോയിലേക്കാണ് കിടക്കുന്നത്. നമ്മുടെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കാര്യം വീട് പണിയിലെ ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ വലിയ കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു കാര്യം ചെയ്യാൻ പോവാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കാണിക്കുന്നത്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഉണ്ടല്ലോ, വാട്ടർ പ്രൂഫിംഗ് നമ്മൾ പല സ്ഥലത്തും ചെയ്യാറുണ്ട്. അപ്പൊ ഇന്ന് പ്രധാനമായിട്ട് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ ടോയ്ലറ്റിനെ വാട്ടർ പ്രൂഫിംഗ് ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ അത് വേറെ ആരും സാധാരണ പെയിന്റേഴ്സ് ഒക്കെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്ന് വാട്ടർ പ്രൂഫ് ചെയ്യുമ്പോൾ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പൊ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഒന്ന് ജസ്റ്റ് കാണിക്കാം. കാരണം നമുക്കൊരു ചെറിയ ഏരിയ ഒക്കെയാണ് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളത്, ഒരു ചെറിയ ടോയ്ലറ്റ് ഒക്കെയാണ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ പെയിന്റ് അടിക്കുന്ന നമ്മളുടെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു, എടാ അത് നിനക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ അവർ അതിന്റെ മെറ്റീരിയൽ ഒക്കെ ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞ് അതൊക്കെ എനിക്ക് തന്നു. അങ്ങനെ ഞാൻ ഇപ്പൊ നമ്മുടെ രണ്ടാമത്തെ നിലയിലാണ് കേട്ടോ. കാരണം ഇവിടുത്തെ ടോയ്ലറ്റ് ആണ് പ്രധാനമായിട്ടും വാട്ടർ പ്രൂഫ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്കത് കാണിച്ചു തരാം. ഞാനിപ്പോ ഇത് നമ്മുടെ രണ്ടാമത്തെ നിലയാണ്. രണ്ടാമത്തെ നിലയിൽ നമുക്ക് ഒറ്റ ടോയ്ലറ്റ് ഉള്ളൂ കേട്ടോ. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമുക്ക് രണ്ട് റൂമിന് ഇവിടെ ഈ റൂമിന് വേറെ ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സ്ക്വയർ ഫീറ്റ് കുറയ്ക്കാനൊക്കെ ആയിട്ടും അങ്ങനെ ചില പ്രത്യേക സാഹചര്യമൊക്കെ പിന്നെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ റൂമിനും കൂടെ രണ്ട് ഡോറുള്ള ടോയ്ലറ്റ് ആണ്. സത്യം പറഞ്ഞാൽ രണ്ട് ഡോറുള്ള ടോയ്ലറ്റ് ഒരു സുഖമില്ല കാര്യം പറഞ്ഞാൽ. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഇതിനൊരു ടോയ്ലറ്റ് മാറ്റാം. പിന്നെ അതുപോലെ ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പൊ താഴെ 2 റൂമുണ്ട്, മുകളിൽ ഈ 2 റൂമിൽ എപ്പോഴും ഒരു റൂമിൽ ആള് കാണുവോളം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഇട്ടത്. പിന്നെ ആരെങ്കിലും ഒക്കെ ഇപ്പം കാവ്യോ ആരെങ്കിലും ഒക്കെ വരികയാണെങ്കിലും മാത്രമാണ് ഒരു റൂമിൽ ആള് ഉള്ളൂ. അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് 2 റൂമിൽ നിന്നും കയറാവുന്ന രീതിയിലുള്ള ഡോറ് നമ്മൾ കൊടുത്ത ടോയ്ലറ്റ് സെറ്റ് ചെയ്ത്. അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ കോമൺ ടോയ്ലറ്റ് പുറത്തോ അതല്ലെങ്കിൽ 2 റൂമിനും ഓരോരോ ടോയ്ലറ്റോ ആയിരിക്കും ബെറ്റർ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പൊ നമ്മൾ വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടി വാങ്ങിച്ചുള്ള സാധനങ്ങൾ ഇതാണ് കേട്ടോ. ഇത് നമ്മുടെ ഡോക്ടർ ഫിക്സിറ്റിന്റെ ആണ് കേട്ടോ. ഡോക്ടർ ഫിക്സിറ്റിന്റെ പിഡിഫിൻ 2K എന്ന് പറഞ്ഞാൽ 2K എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, ആൾക്കാർക്ക് അറിയാം. കണ്ടില്ല, അതിന്റെ ഒരു വീടിന്റെ മുകളൊക്കെ വാട്ടർ പ്രൂഫ് ചെയ്താൽ കണ്ടില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം കാണിക്കുന്നത്. ഓക്കെ, മൾട്ടി പർപ്പസ് കൂട്ടിംഗ് ആണ് ഇത്. എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. കണ്ട ഇതിന്റെ ഇതൊക്കെ കണ്ടില്ലേ നിങ്ങൾ, കവർ കണ്ടില്ലേ? അപ്പൊ ഇത് പല കിലോ വെയിറ്റിൽ ഇത് വാങ്ങിക്കാൻ കിട്ടും. അപ്പൊ ഞാനിപ്പോ വാങ്ങിച്ചിട്ടുള്ളത് ഇത് 3 കിലോയുടെയാണ് കേട്ടോ. പക്ഷെ 3 കിലോയെ കൊണ്ട് ഒരു കാര്യവും നടക്കത്തില്ല. പക്ഷെ ഞാൻ 3 കിലോ വാങ്ങിച്ചത് എന്തിനാണെന്നറിയോ? 3 കിലോ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 15 കിലോയാണ്, പിന്നെ ഉള്ളത് 30 കിലോയാണ്. അങ്ങനെയാണ് ഇതിന്റെ കണ്ടന്റ് പോകുന്നത്. അപ്പൊ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉടനെ തന്നെ യൂസ് ചെയ്യണം. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോ 15 കിലോ വാങ്ങിച്ച് ഒന്നിച്ച് അത്ര എനിക്ക് ഒറ്റയടിക്ക് അടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ അത്ര എക്സ്പീരിയൻസ്ഡും അല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം നമ്മൾ മടുക്കൂല, നമ്മൾ സ്ഥിരം ചെയ്യാത്തൊരു പണിയായതുകൊണ്ട് നമ്മൾ മടുക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ 3 കിലോന്റെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിച്ചുള്ളത്. വേറെ പാക്കറ്റ് കൂടി ഇരിപ്പുണ്ട് കണ്ടില്ലേ. അപ്പൊ 3 കിലോ അടിച്ചതിന് ശേഷം അടുത്ത 3 കിലോന്റെ പാക്കറ്റ് അടിക്കാം. ഇതാണ് എന്റെ ഒരു കൺസെപ്റ്റ്. നിങ്ങളാണേലും അറിയില്ലാത്ത ആൾക്കാർ വാങ്ങിക്കുമ്പോൾ അതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ചെറിയതായിട്ട് മിക്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഇനി ഇതിന്റെ അകത്തുള്ള സംഭവം എന്താണെന്നറിയോ? ഇനി ഇത് പൊട്ടിക്കുമ്പോൾ ഇതിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഒരു കുഞ്ഞു കന്നാസിന്റെ അകത്ത് ഒരു ലിക്വിഡ് ഉണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ അകത്ത് വരുന്ന ഒരു ലിക്വിഡ്. ഓക്കെ, ഈ ലിക്വിഡ് ഉണ്ട്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതിന് 3 കിലോയ്ക്ക് വരുന്നത് 300 സംതിങ് 360 അങ്ങനെ എങ്ങാണ്ടാണ് ഇതിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒരു പാക്കറ്റും ഉണ്ട്. അപ്പൊ ഈ ഒരു കെമിക്കൽ ഉണ്ട്, ഈ ലിക്വിഡ് ഉണ്ട്, ഒപ്പം തന്നെ ഇത് ഒരു കിലോയാണ് ഇത്. ഓക്കെ, ഇത് മൊത്തം 3 കിലോ എന്ന് പറഞ്ഞാൽ ഇത് 1 kg ആണ്. ഇനി ഇതൊരു പൗഡർ ആണ് ഇതിന്റെ അകത്ത്. ഇത് 2 kg ആണ് ഈ പൗഡർ. ഓക്കെ, കണ്ടില്ലേ, 2 കിലോയാണ് പൗഡർ, 1 കിലോ. അങ്ങനെയാണ് ടോട്ടൽ 3 കിലോ വരുന്നത്. ഓക്കെ, ഇതാണ് ഇതിന്റെ കവർ ചെയ്ത് ഞാൻ കണ്ടില്ലേ, കറക്റ്റ് ആയിട്ടൊന്ന് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഈ പൗഡർ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൗഡർ നമ്മൾ പുറത്തെടുക്കണം. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ ഞാൻ തന്നെ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള പ്രശ്നമുണ്ട്. നമ്മൾ നല്ലൊരു ബക്കറ്റ് എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയാം? ഈ പൗഡറും ഈ ഒരു ലിക്വിഡും കൂടെ ഒന്നിച്ച് നമ്മൾ മിക്സ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ പൗഡറും ഇതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷമുള്ള കാണിക്കാം. അല്ലെങ്കിൽ ഞാനിത് മിക്സ് ചെയ്യുകയും ക്യാമറ എടുക്കുകയും ചെയ്യുമ്പോൾ പാടല്ലേ. ഒന്നുമില്ല, ഈ പൗഡറിന്റെ അകത്തേക്ക് ഈ ലിക്വിഡ് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്യുക. വെള്ളം ചേർക്കുക. വെള്ളമോ മറ്റേ ടർപ്പൻറ്റൈനോ നമ്മൾ പെയിന്റിന് ഉപയോഗിക്കുന്ന സാധനങ്ങളില്ലേ, അങ്ങനെ ഒരു സാധനം ഇതിന്റെ അകത്ത് ചേർക്കരുത്. ഇത് മാത്രം ഇതിന്റെ അകത്ത് മിക്സ് ചെയ്ത് രണ്ടുകൂടെ മാത്രം മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു കുഴമ്പൻ പരുവത്തിലേക്ക് ഇത് മാറും. ഞാൻ മിക്സ് ചെയ്തു കേട്ടോ. കണ്ടോ,
ഒരു ചെറിയൊരു ലൈറ്റ് ഒരു ഗ്രീൻ പോലത്തെ കളറിലേക്കാണ് ഇത് മാറുന്നത്. അപ്പൊ എന്നോട് അവർ പറഞ്ഞത് നല്ല തിക്കാവും, നല്ല കുറുകി വരുന്നു. പക്ഷെ കുറുക്കമുണ്ട്, പക്ഷെ എങ്കിലും നമുക്ക് അടിക്കാവുന്ന കുറുക്കമൊക്കെ ഇരുന്നുള്ളൂ കേട്ടോ. ഭയങ്കര പാടായിരിക്കും, നല്ല തിക്നെസ് കൂടുതലായിരിക്കും പെയിന്റിനേക്കാൾ എന്ന് പറഞ്ഞു. പക്ഷെ പെയിന്റിനേക്കാൾ തിക്നെസ് ഉണ്ടെങ്കിൽ നമുക്ക് ബ്രഷ് വെച്ച് അടിക്കാവുന്നതാണ്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ അറിയോ, നമ്മളൊരു പഴയ ബ്രഷ് എടുക്കുക, ഇതുപോലത്തെ കണ്ടല്ലേ, നല്ല പുതുപുത്തൻ ബ്രഷ് ഒന്നും വേണ്ട, പഴയ ബ്രഷ് എടുത്തിട്ട് ഇനി നമ്മൾ 2 കോട്ട് ഇതങ്ങ് അടിക്കുക. അപ്പൊ ഈ 3 ലിറ്റർ തീർന്നു കഴിഞ്ഞാൽ അടുത്ത 3 ലിറ്റർ പൊട്ടിച്ച് മിക്സ് ചെയ്തിട്ടാണ് അടിക്കാൻ പോകുന്നത്. ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും അല്ല കേട്ടോ. ഇത് 3 ലിറ്റർ കലക്കി ഇപ്പൊ നല്ല വൃത്തിയുള്ള ബക്കറ്റ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്നാ വെച്ചാൽ പൊടിയൊക്കെ ഉള്ള ബക്കറ്റ്, പഴയ ബക്കറ്റ് ഒക്കെ ആണെങ്കിൽ അതിന്റെ സിമെന്റ് ഒക്കെ വന്നിട്ട് ഇത് കെമിക്കൽ കംപ്ലൈന്റ് ആകും. അപ്പൊ ഇത് അടിച്ചത് നോക്കിയേ, നമുക്ക് ഇത്രയും ടൈറ്റ് ഉള്ളൂ കേട്ടോ. അപ്പൊ എന്നോട് അവര് പറഞ്ഞ് ഭയങ്കര ടൈറ്റ് ആയിരിക്കും, അടിക്കാൻ ഭയങ്കര പാടാന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെങ്കിൽ നമുക്ക് അത്ര പാടൊന്നുമല്ല, ഈസി ആയിട്ട് നമുക്ക് ഇത് അടിക്കാൻ പറ്റും കണ്ടോ. ഒരു ഗ്രീൻ കളറിൽ ഇങ്ങനെ കിട്ടും ഈ സാധനം അടിച്ചു കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഇത് മൊത്തം ചെയ്യണം. ഇപ്പൊ എത്ര കിലോ വേണ്ടി വരും എന്ന് ഞാൻ പറയാം. ഇതിപ്പോ ഒരു 30 സ്ക്വയർ ഫീറ്റ് അത്രേ ഉള്ളൂ നമ്മുടെ ഈ ടോയ്ലറ്റ്. അപ്പൊ ഇതിന്റെ ഇത്രയും വിത്ത് ചെയ്താൽ മതി. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പ് വരുന്ന ഇവിടെയാണല്ലോ, പിന്നെ ഷവർ വരുന്ന ഇവിടെ. അപ്പൊ ഷവറിൽ നിന്ന് വെള്ളം വന്നാൽ ഈ ഒരു ഹൈറ്റിന് താഴത്തേക്കാണ് നമുക്ക് വാട്ടർ പ്രൂഫിങ്ങിന്റെ ആവശ്യമുള്ളൂ ടൈല് വരുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹൈറ്റിൽ നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി. അപ്പൊ ഇത് 2 കോട്ട് അടിക്കണം. അപ്പൊ ഫസ്റ്റ് കോട്ട് ഞാൻ അടിച്ചു ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ അടുത്ത കോട്ടും കൂടെ ഒന്നും കൂടി അടിക്കും. അങ്ങനെ ഇത് മൊത്തം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വാട്ടർ പ്രൂഫ് ആകും. അതിൽ വാട്ടർ പ്രൂഫ് ചെയ്തിലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ടൈൽസിന്റെ ഒക്കെ എവിടെയെങ്കിലും ഒക്കെ ലീക്കോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഭിത്തിയുടെ ഓപ്പോസിറ്റ് സൈഡ് എപ്പോഴും നനവും വെറ്റായിട്ടിരിക്കും. അപ്പൊ അവിടെ നമ്മൾ എത്രമാത്രം പെയിന്റ് അടിച്ചാൽ ആ പെയിന്റിന് കംപ്ലൈന്റും അവിടെ ഒരു ഈർപ്പവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ നിങ്ങൾ വീട് പണിയുമ്പോഴാണെങ്കിലും ഇതുപോലെ ടൈലിടുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒന്ന് വാട്ടർ പ്രൂഫിങ് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പിന്നെ ഇത് നമ്മൾ പുറത്ത് ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല എക്സ്പെൻസീവ് ഒക്കെ ആവും. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ ഒന്ന് മെനക്കെട്ട് ഇതങ്ങ് അടിച്ചാൽ നമ്മളുടെ ടോയ്ലറ്റ്സ് നമുക്ക് വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാം. ഇനി നിലവും ചെയ്യണം കേട്ടോ. ഭിത്തി മാത്രമല്ല, ഭിത്തിയും ചെയ്ത് ഇങ്ങനെ ഒരു പ്രത്യേക യു ഷേപ്പിൽ ചെയ്തെടുക്കണം, കാരണം വെള്ളം എങ്ങോട്ടും പോകാത്ത രീതിയിൽ. പിന്നെ വാട്ടർ പ്രൂഫിങ്ങിന്റെ കാര്യത്തിൽ ഇത് മാത്രം നനവുള്ള എവിടെയാണ്, ഇപ്പൊ പുറത്തുനിന്നൊക്കെ വെള്ളം അടിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെയൊക്കെ വീടിന്റെ പുറകിൽ വെള്ളം ഇങ്ങനെ അടിച്ചു കയറുന്ന സ്ഥലമുണ്ട്. അതുപോലത്തെ സ്ഥലത്തൊക്കെ ആണെങ്കിലും നമുക്ക് ഭിത്തി വാട്ടർ പ്രൂഫ് ചെയ്യുവാണെങ്കിൽ ആ വെള്ളത്തിന്റെ ഈർപ്പം ഉള്ളിലേക്ക് വരാതിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഭിത്തി മുഴുവൻ ഒന്ന് വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ഞാൻ പറയും എത്ര മെറ്റീരിയൽ വേണ്ടി വന്നു. ഈ ഒരു 30 സ്ക്വയർ ഫീറ്റ് ഈ ഒരു ഹൈറ്റ്, ഒരു 6 അടി ഹൈറ്റിൽ ചെയ്യാനായിട്ട് എത്ര മെറ്റീരിയൽ വേണ്ടി വന്നു എന്ന് ഞാൻ പറയാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വാട്ടർ പ്രൂഫിങ്ങിന്റെ അകത്ത് 3 ലിറ്റർ ഞാൻ ആദ്യം മിക്സ് ചെയ്തില്ലേ, ആ 3 ലിറ്റർ മിക്സ് ചെയ്തത് കൊണ്ട് നമുക്കിത് ഈ ഒരു വാള് ഒരു 6 അടി ഹൈറ്റിൽ നമുക്ക് അടിക്കാൻ പറ്റും. അത്രയും ഈ ഒരു വാള് ഫുള്ള് ഫില്ല് ചെയ്യാൻ പറ്റി. അതോടൊപ്പം തന്നെ ഇത് ഇപ്പൊ ഒരു കുഞ്ഞു ഭിത്തിയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ ഈ റൂമിൽ നിന്നുള്ളൊരു ഭിത്തിയും കൂടെ ഉണ്ട്. ഇതിന്റെ ഒന്ന് കാണിച്ചു തരാം കണ്ടോ. ഇതൊരു 1.5 അടിയുണ്ട് കണ്ടോ. അപ്പൊ ഇത്രയും ഭിത്തി. ഇത് മൊത്തം വന്നിരിക്കുന്ന എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 7, 8, 8.5 അടി. 8.5 അടി ഭിത്തിയാണ് മൊത്തം വീതിയുള്ളത്. അത്രയും നമ്മൾ ഒറ്റ കോട്ടടിച്ചപ്പോഴത്തേക്കും. അപ്പൊ 8.5 കൂട്ടേണ്ടത് നിങ്ങൾ ഒരു 8 അടിന്ന് കൂട്ടിക്കും. 8 അടി ഭിത്തി നമ്മൾ ഹൈറ്റ് വന്നിട്ട് എത്രയാണ്, ഒരു 5.5 അടി ഹൈറ്റിൽ നമ്മൾ 1 കോട്ട് അടിച്ചപ്പോൾ 3 ലിറ്റർ തീർന്നു. ഫ്ലോർ ഒന്നും ചെയ്തിട്ടില്ല, കണ്ടില്ലേ? ഫ്ലോർ ഒക്കെ ചെയ്യാൻ കിടക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത്രയാണ് നമുക്ക് 3 ലിറ്റർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇനി എനിക്ക് ചെയ്യാനായിട്ട് എത്ര വേണമെന്ന് അറിയാവോ? ഞാൻ പറയാം. ഇനി ഒരു 3 ലിറ്റർ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഭിത്തി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ 3, 3, 6 താഴത്തേക്ക് 1. അപ്പൊ 9 ലിറ്റർ പെയിന്റ് ഇതുണ്ടെങ്കിൽ ഈ എന്താ പറയുക, വാട്ടർ പ്രൂഫിന്റെ മിക്സർ ഉണ്ട്, 9 ലിറ്റർ ഉണ്ടെങ്കിൽ എനിക്ക് ഫുള്ള് ഒരു കോട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 9, 9, 18 എന്ന് കൂട്ടേണ്ട 15 ലിറ്ററിന്റെ ഒറ്റ ബോക്സ് ആണ് ഞാൻ എടുത്തതെങ്കിൽ എനിക്കിത് ഫുള്ള് 2 കോട്ടിൽ തീർക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ വാട്ടർ പ്രൂഫിംഗ് മിക്സ് നമ്മൾ 6 ലിറ്റർ ആണെന്ന് വെച്ചാൽ 3 ലിറ്ററിന്റെ 2 പാക്കറ്റ്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ഈ 30 സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു ടോയ്ലറ്റ് നമ്മൾ ഭിത്തി കംപ്ലീറ്റ് നമ്മളിപ്പോ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഒരു ടോയ്ലറ്റിന് 2 ഡോർ ഉണ്ട്, കാരണം അപ്പൊ അത്രയും സ്പേസ് കുറഞ്ഞു എന്നുള്ള കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്കിത് ഇതിന്റെ ഫ്ലോർ ചെയ്യാൻ ബാക്കിയാണ്. അപ്പൊ നമ്മൾ ഇനി എന്താ വെച്ചാൽ ഒരു 2 പാക്കറ്റ് കൂടെ, 3 ലിറ്ററിന് 2 പാക്കറ്റും കൂടെ, അപ്പോൾ 6 ലിറ്ററും കൂടി ആവത്തില്ല. 6 ലിറ്റർ കൂടെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലോർ ചെയ്യാൻ പറ്റും. 30 സ്ക്വയർ ഫീറ്റോളം ഫ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഒരു കോട്ടും കൂടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് പോകാനും കൂടെ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇനി 3 അതായത് മൊത്തം 15 ലിറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബാത്റൂം നല്ല വൃത്തിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ ടോയ്ലറ്റിന്റെ വാട്ടർ പ്രൂഫിങ്ങിന്റെ ഒരു പകുതി മെയിൻ പോർഷൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഫ്ലോറും കുറച്ചും കൂടെ ചെയ്താൽ മാത്രം മതി. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ച് എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കൊച്ചു വീടൊക്കെ പണിയുകയാണെങ്കിൽ
നമുക്ക് ഇതുപോലെ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഈ സാധനമൊക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്ത് സെറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈൽ ഇടുന്നതിന് ഒരു 2 ദിവസം മുമ്പ് നിങ്ങൾ ഇത് ചെയ്യണം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. കാരണം എന്താ വെച്ചാൽ ഇത് ഉണങ്ങി നന്നായിട്ട് സെറ്റ് ആയതിനു ശേഷം വേണം ടൈൽ ഇടാനായിട്ട്. അപ്പൊ ഇനി എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഭയങ്കരമായിട്ട് മടുക്കത്തൊന്നും ഇല്ല കേട്ടോ. പെയിന്റ് അടിക്കുന്ന അതേ എഫക്ട് തന്നെ ഉള്ളൂ. കുറച്ച് കട്ടി ഉണ്ടെങ്കിൽ അത്ര വലിയ ഇങ്ങനെ കുറുക്ക നമ്മൾ നിലത്തെ ചാന്തിടാൻ ഉപയോഗിക്കുന്നത് പോലെ അത്രയ്ക്ക് കട്ടി അങ്ങനെയൊന്നുമില്ല. നമുക്ക് ബ്രഷ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ടെസ്റ്റർ മാത്രമേ ഇതിനുള്ളൂ. അപ്പൊ നിങ്ങളും ഇനി എന്തെങ്കിലും നിങ്ങളുടെ വീടിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, വാട്ടർ പ്രൂഫിന്റെ പരിപാടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ ഇച്ചിരി സമയം മെനക്കെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസിൽ ഒരു വീഡിയോ ആണ്. നമ്മുടെ വീടിന്റെ ഓരോരോ വർക്കുകൾ നിങ്ങളെ ഞാൻ ഇതുപോലെ കാണിക്കാം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പൊ ഇനിയും വീട് പണിയുമായി ബന്ധപ്പെട്ട നമ്മുടെ വീടിന്റെ ഓരോരോ ചിന്ന കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഉപകാരപ്പെട്ട് കാണും. ഇന്ന് ഉപകാരപ്പെട്ടില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ വാട്ടർ പ്രൂഫിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സമയത്ത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാനായിട്ട് ഈ വീഡിയോ ഉപയോഗിക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.